ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് iPhone 11 എന്ന് പറയുന്നൊരു മോഡലാണ്. ഈ ഒരു ഫോൺ കംപ്ലീറ്റ്ലി ഡെഡാണ്, അതുപോലെ തന്നെ ഹാഫ് ഷോട്ടുമാണ്, ഫുൾ ഷോട്ടല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് നോക്കുന്നത് ഈ ഒരു ഫോൺ എവിടെയാണ് ഷോട്ടെന്നും ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് നമുക്ക് വാല്യൂ കിട്ടുന്നത് നോർമൽ വാല്യൂ തന്നെയാണ്. ഏകദേശം 300 ആ ഒരു ലെവലിൽ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കൊന്നിൽ തീരെ വാല്യൂ വരാൻ പാടില്ല. അതിന് പകരം ഇവിടെ വരുന്നത് 920 ആ ഒരു റേഞ്ചാണ് ഇവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പവർ സപ്ലൈ മീറ്ററിൽ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ആംബിയർ എടുക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഹീറ്റ് ആവുന്ന കമ്പോണൻറ്റ് നോക്കി ഇതിനെ ഷോർട്ട് ക്ലിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഏകദേശം 900 മില്ലി ആംബിയർ പ്രകാരം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആംബിയർ എടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടെത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ഏരിയ ഹീറ്റ് ആവുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗം നമുക്ക് ഹീറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബോർഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് എവിടെയാണ് ഹീറ്റ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഹീറ്റ് ആയത് ഈ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയയാണ് ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു ഷീൽഡിനുള്ളിലാണോ അതോ ഇതിൻ്റെ എന്താ പറയുക ബോർഡ്, നമുക്കറിയാം ഈ ഒരു ബോർഡൊക്കെ ഡബിൾ ലെയറാണ് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഉള്ളിലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോർഡ് സെപ്പറേറ്റ് ചെയ്യാണ്ട് നമുക്കിതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കംപ്ലൈൻറ്റ് നോക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന മെക്കാനിക്കിൻ്റെ ഒരു സെപ്പറേറ്ററാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ബോർഡിൽ സെപ്പറേറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ പല കംപ്ലൈൻറ്റും വരും. നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കാര്യങ്ങളൊക്കെ വളരെയധികം നോക്കണം. അപ്പോൾ തന്നെ നമ്മൾ ബോർഡ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെല്ലെ ഒന്ന് ഇളക്കി നോക്കുക. ഇളകുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോർഡ് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് സമയം നമ്മൾ ദീർഘിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ CPU അതുപോലെ മറ്റുള്ള ICകളുടെ ഒക്കെ ബോൾസ് പുറത്തേക്ക് പോന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ CPU റീബോൾ ചെയ്തിടണം. ഒരുപാട് പണി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ബോർഡ് സെപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ബോർഡ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഒരു സെപ്പറേറ്റർ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ബോർഡ് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് അടുത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോർഡ് ഇപ്പോൾ പവർ സപ്ലൈ മീറ്ററിന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ഹീറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുന്നത്. ഇതിന് നേരെ ബാക്ക് സൈഡിൽ നമുക്ക് CPU ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ റോസിംപ്ലക്സ് ഒക്കെ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റോസിംപ്ലക്സ് ഇട്ട് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് ഹീറ്റ് ആവുന്നത് ഈ ഒരു ഷീൽഡിനടിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷീൽഡ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ആണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷീൽഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയയിലാണ് ഷീൽഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ റോസിംഗ് ഫ്ലക്സ് ഇട്ടിട്ട് വീണ്ടും പവർ സപ്ലൈ മീറ്ററിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് റോസിംഗ് ഫ്ലക്സ് ഇടുന്നത് എന്നും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഇതുപോലെ അയൺ വെച്ചിട്ട് ഇടും, പക്ഷേ കറക്റ്റ് ആവില്ല. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. നമ്മൾ അയൺ വെച്ച് ചെയ്യുമ്പോൾ അയൺ വളരെയധികം ഹീറ്റ് കുറഞ്ഞാണ് ഇരിക്കേണ്ടത്. അയൺ ഒരുപാട് ഹീറ്റായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റോസിംഗ് ഫ്ലക്സ് നമുക്ക് ഇടാൻ കഴിയില്ല. ഹീറ്റ് വളരെ കുറച്ച് വെച്ച് അതിൽ നിന്ന് ആ ഒരു ഫ്ലക്സ് പുകഞ്ഞ് വരുന്നത് വളരെ സ്ലോവിലായിരിക്കണം. ഫാസ്റ്റായിട്ട് പുകഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറിയാത്തവർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഇനി റോസിംഗ് ഫ്ലക്സ് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് റോസിംഗ് ഫ്ലക്സ് ഇടാനായിട്ടൊരു റോസിൻ ഡിസ്പെൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഭവം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അയൺ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഒന്നും ആ ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബോർഡ് ഇതേപോലെ നേരെ പവർ സപ്ലൈ മീറ്ററിന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബോർഡ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് പിടിക്കുന്നത്. നമുക്ക് പവർ സപ്ലൈ മീറ്ററിൽ നിന്നുള്ള കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പവർ സപ്ലൈ മീറ്ററിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ പവർ സപ്ലൈ മീറ്റർ ഓഫാണ്, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടല്ലോ ഈ ഒരു IC ആണ് ഹീറ്റ് ആവുന്നത്. ഫസ്റ്റ് നമ്മളത് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ ഇതിന് മുകളിലുള്ള ആ ഒരു റോസിംഗ് ഫ്ലക്സ് പോയിട്ട് ICയുടെ ആ ഒരു കളർ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു IC ഷോർട്ടായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വേണേൽ ഒന്നുകൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, റോസിംഗ് ഫ്ലക്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റോസിംഗ് ഫ്ലക്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കേബിള് വീണ്ടും കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തു. ഇനി പവർ സപ്ലൈ മീറ്റർ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ എന്താണ് എവിടെയാണ് കംപ്ലൈൻറ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു IC ആണ് നമുക്കിപ്പോൾ ഹീറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു IC റിമൂവ് ചെയ്യുകയാണ് നമ്മളിനി ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് മറ്റെന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു IC അങ്ങ് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ IC എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ബോർഡിൻ്റെ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സൈഡ് 365 ഓപ്പോസിറ്റ്. ഓക്കെ, ഷോർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് നോ വാല്യൂ ആണ്, മറ്റേ സൈഡ് വാല്യൂ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോർഡിൽ ഷോർട്ടായിട്ടുണ്ടായിരുന്ന ഒരാൾ ഈ ഒരു IC ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ബോർഡ് നമ്മൾ രണ്ടാമത് റീഅസംബിൾ ചെയ്ത് വർക്കിംഗ് ആണോ അല്ല എന്നൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഈ IC എന്ത് ചെയ്യണം, മാറ്റി ഇടുകയും വേണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്കിത് റീഅസംബിൾ ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് റീഅസംബിൾ ചെയ്തിട്ടുണ്ട്. ICയുടെ ഭാഗത്ത് നിങ്ങൾ കാണാം, ഇപ്പോൾ അവിടെ IC ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ IC വെക്കുന്നതിന് നമുക്ക് ബോർഡ് എന്ത് ചെയ്യേണ്ട, സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്ലൈൻറ്റ് അത് തന്നെയാണോ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം, എന്താ കണ്ടീഷൻ എന്ന് നോക്കാം. ഓക്കെ,
ഓക്കെ, ഫോണ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഡെഡായിരുന്ന ഈ ഒരു ഫോണ് നമുക്ക് ഈ ഒരു IC റിമൂവ് ചെയ്തതിലൂടെ എന്താ പറയുക ഓണാക്കി എടുക്കാൻ സാധിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ IC മാറ്റുക എന്നതാണ്. ആ IC ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഓഡിയോ IC എന്ന് പറയാൻ പറ്റില്ല, ഓഡിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ആ ഒരു IC മാറ്റി കഴിഞ്ഞാൽ, ആ IC ഇല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു IC മാറ്റുക കൂടി ചെയ്യുകയാണെങ്കിൽ ഇതോടുകൂടി ഫോണിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ, IC മാറ്റുന്നൊന്നും ഈ ഒരു വീഡിയോയിലില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.